ഇവൻ ആരാണ്, ഇവനോട് നിത്യക്കുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ട് മതി ഈ വിവാഹം. നിത്യമോളെ, ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ? ഈ നിൽക്കുന്നവനുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹരി, പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ലല്ലോ. ഇല്ല. പെട്ടെന്ന് തന്നെ സംസ്കരിക്കാന്നാ കർമ്മി പറയുന്നത്. കാണാൻ ഇനി കാഴ്ചകളൊന്നുമില്ലെന്ന് മുത്തശ്ശി എപ്പോഴും പറയും. ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുത്തു എന്നും പറയും. മുത്തശ്ശി സന്തോഷത്തോടെ ആയിരിക്കും മടങ്ങിയത്. സമാധാനിക്ക്. അല്ല, എന്താ ഒന്നും സംസാരിക്കാത്തത്? മോൻ ചോദിച്ചത് കേട്ടില്ലേ? കൈയോടെ പിടിച്ചത് കണ്ടില്ലടാ. ഇനി ഈ ചടങ്ങ് നടക്കില്ല. സദാനന്ദ, ഇതിനൊരു തീരുമാനം വേണമല്ലോ. അവർക്കൊന്നും പറയാനുണ്ടാവില്ല അച്ഛാ. പറഞ്ഞാലേ നമ്മുടെ മുമ്പിൽ നടത്തിയ ഒളിച്ചുകളിയുടെ അർത്ഥം എന്താണെന്ന് പറയേണ്ടി വരില്ലേ? ഈ ചടങ്ങ് നടക്കണമെങ്കിൽ ഇവൻ ആരാണെന്ന് പറഞ്ഞേ പറ്റൂ. എന്താ നിങ്ങൾ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുന്നേ? പറയ. അവര് ചോദിക്കുന്നത് കേട്ടില്ലേ മോളെ? നീ തന്നെ പറഞ്ഞു കൊടുക്ക്, അവൻ നിന്റെ ആരാന്ന്. എന്റെ ആങ്ങളെ. എന്റെ ചെറിയച്ഛന്റെ മോനാണ് സുധി. അച്ഛനും ചെറിയച്ഛനും തമ്മിൽ വഴക്കാം. പരസ്പരം സംസാരിക്കാറില്ല. ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇവനും അനിയത്തിയൊക്കെ എന്റെ കൂടപ്പിറപ്പുകളല്ലേ. അച്ഛനോ ചെറിയച്ഛനോ കണ്ടല്ലോ എന്ന് പേടിച്ചിട്ടാ ഞങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്ന. ഇതാണോ സത്യം? അതെ, അവൻ ശിവാനന്ദന്റെ മോനാ, എന്റെ അനീസിന്റെ. നിത്യ എന്താ വിചാരിച്ചേ ഞാനിതൊന്നും കണ്ടുപിടിക്കില്ലെന്നോ? അമ്മേ, ഇവര് രണ്ടുപേരും സഹോദരി സഹോദരന്മാരാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഒരു സഹോദരനും സഹോദരിക്കും സംസാരിക്കാൻ
ഒരു സമൂഹത്തെ മൊത്തം പേടിക്കണമല്ലോ. ഇതെന്തൊരു അവസ്ഥയാണമ്മേ. അമ്മ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് രക്തബന്ധം മഹത്തരമാണെന്ന്. ഇവരൊരേ രക്തമല്ലേ അമ്മേ? നിത്യയുടെ മനസ്സിലും ഇവന്റെ മനസ്സിലും ഇത്രയും വലിയൊരു ദുഃഖം കിടക്കുമ്പോൾ അത് പരിഹരിക്കാതിരിക്കുന്നത് എങ്ങനെയാമ്മേ? ഇവരുടെ വഴക്ക് തീർക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. നിത്യ ഞാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് നിത്യയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അത് അവളുടെ ആങ്ങളയെ അവളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നി. അച്ഛാ, നിസ്സാര കാര്യങ്ങളുടെ പേരിലായിരിക്കും നിങ്ങൾ കാരണവന്മാർ തമ്മിൽ തല്ലിയത്. പക്ഷേ ഇവരുടെ പരസ്പര സ്നേഹം കണ്ടിട്ടെങ്കിലും അതൊന്ന് മാറ്റിവെക്കണം. ഈ നിൽക്കുന്ന നിത്യയുടെ സഹോദരൻ എനിക്കും കൂടെ പുറപ്പാ. മോനെ, ചില നേരത്തെങ്കിലും നിന്റെ കാര്യപ്രാപ്തിയിൽ അച്ഛൻ സംശയിച്ചു പോയിട്ടുണ്ട് മോനെ. പക്ഷേ നിന്നേക്ക് നന്നായി ഇതുപോലെ വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. മോനെ, ഇതൊരു ദൈവത്തിന്റെ ഇടപെടലാ. അതിന് ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാ. നിത്യമോളെ, നീ കണ്ടോ അവന് നിന്നോടുള്ള സ്നേഹം? ഇതുകൊണ്ടാ ഇവന്റെ ഭാര്യയായി നിന്നെ തന്നെ വേണമെന്ന് അമ്മ വാശി പിടിച്ചത്. മോനെ, നീ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് പലതും ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ണു തുറന്ന് കാണേണ്ടതാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊന്നും പറയണ്ട മോളെ. അതെ സദാനന്ദേട്ടാ, വരുംകാലം വരുമോൻ ചെയ്തത് നല്ല കാര്യ. അനുജന്റെ മകനെ ചേട്ടനോട് ചേർത്ത് നിർത്തിയതും അതിലും വലിയ കാര്യം. പക്ഷേ ഇനിയെങ്കിലും ചടങ്ങ് നടന്നില്ലെങ്കിലേ മുഹൂർത്തം കഴിയും. അതിനെന്താ തടസ്സം? ചടങ്ങ് നടന്നോട്ടെ. ആ സന്തോഷമായില്ലേ? ആയി. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന ദൈവം തന്നെയാ. ചെല്ല്. എന്നാ ഇനിയിപ്പൊ ജാതകം കൈമാറാം.
മോതിരം മാറൽ നടക്കട്ടെ. പോമനെ. ആദ്യമോ മാറിക്കോളൂ. ഞാനാ ചേർന്ന് ഒരു മിനിറ്റ്. പോമനെ. ഇങ്ങോട്ടോ നോക്കാ. ചേർന്ന് താങ്ക്സ്. നിർബന്ധമായിട്ട് വിളിച്ചോണ്ട് വരുമ്പോ ഇതിനാണെന്ന് ഞാൻ കരുതിയില്ല. ഒരാളെയും വേണമെന്നുള്ളത് സാറോടെ വലിയ ആശയായിരുന്നു. അളിയെ ഇല്ലെങ്കിൽ സാറ് തേടി പിടിച്ച് കൊണ്ടുവരും. ഓ. ഇല്ല സാറേ? சோறு போடுங்க போடுங்க. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും കൂടി അതങ്ങ് നടത്തി തന്നു.
ആരാടാ എന്റെ മോനെ പിടിച്ചോണ്ട് വന്നേ? അച്ഛാ, നിന്നെ ആരോ ബലമായി പിടിച്ചോണ്ട് വന്നു കേട്ടിട്ടാ ഞാനിവിടെ വന്നേ. പറയടാ, അത് ഈ കൂട്ടത്തിൽ ഏതവനായാലും അവന്റെ തല ഞാൻ വെട്ടും. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ബന്ധുബലം കൂടിയപ്പോ ശിവാനന്ദനെ തോൽപ്പിച്ചു കളയാന്നൊക്കെ ചിലരുടെ മനസ്സിൽ തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അത് വെറുതെയാ. ശിവാനന്ദനൊന്ന് മനസ്സുറപ്പിച്ച് നേരെ നിന്നാലുണ്ടല്ലോ, ഈ കാണുന്ന പടയൊക്കെ പോരാതെ വരും. കേൾക്കുന്നുണ്ടല്ലോ? അതെ ശിവാനന്ദ, ഒന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട പ്രസിഡന്റ്. കഴിഞ്ഞൊന്നും മറന്നു പോകുന്നവനല്ല ശിവാനന്ദൻ. ഇനി ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും എന്നെയോ എന്റെ മക്കളെയോ അന്വേഷിച്ച് വന്നാ വെട്ടി അരിഞ്ഞ് ഞാൻ തെങ്ങിന് വളവിടും. കേറടാ, കേറാ. ഇത്രയ്ക്കും വലിയ വൈരാഗ്യത്തോടെ സംസാരിക്കാനും മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നല്ലേ? ഈ പോയവനുണ്ടല്ലോ ശിവാനന്ദൻ, എന്റെ ശിവൻ, അവന് ഞാൻ എങ്ങനെ കൊണ്ടു നടന്നെന്നറിയോ? സ്കൂളിൽ പോകുമ്പോഴും കാവ്യ പൂരത്തിന് പോകുമ്പോഴൊക്കെ എൻ്റെ ഈ തോളിൽ ഇവിടെ ഇരുത്തിയാ കൊണ്ട് കിടക്കുക. നാട്ടുകാർ മുഴുവൻ കളിയാക്കും, തോളിലിരിക്കുന്ന കാവടി ഇറക്കാറായില്ലേന്ന്. പക്ഷേ എനിക്ക് അഭിമാന അവനെയും തോളിലേക്ക് നാട് മുഴുവൻ നടക്കുന്നത്. കാരണം എൻ്റെ മനസ്സിൽ അവൻ അനുജനല്ല, രാജകുമാരനാ. കുട്ടിക്കാലത്ത് നിന്ന് മുതിർന്നപ്പോൾ അതൊക്കെ അവനങ്ങ് മറന്നു. തറവാട് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് അവകാശത്തിൻ്റെ കണക്ക് പറഞ്ഞ് അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു. എനിക്കൊന്നും വേണ്ട, നീ എടുത്തോന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നവനാ ഞാൻ. എന്നിട്ടും എന്നെക്കുറിച്ചുള്ള പരദൂഷണങ്ങൾ പറഞ്ഞു തീർന്നില്ല അവൻ. പിന്നെ അവനെ വളർത്താനും വലുതാക്കാനും പെങ്ങളുണ്ടല്ലോ. അവളുടെ കൊതിയും നുണയും കേട്ട് കേട്ട് വഴിയിലൊന്നും കണ്ടാൽ പോലും ചിരിക്കാൻ പറ്റാത്ത പരുവത്തിലായി അവൻ. ദൈവത്തിനാണ് സത്യം, അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ രാത്രി പോലും കൈകൂപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അവനെ കാത്തോളണമെന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുക. എന്നിട്ട് എൻ്റെ മോൾക്ക് വേണ്ടി പോലും ഞാൻ പ്രാർത്ഥിക്കും. അവൻ പറഞ്ഞു പോയ കേട്ടില്ലേ, കൊത്തി അരിയുന്ന്. അരിയട്ടെ. കാലങ്ങൾക്ക് മുമ്പ് മനസ്സ് കൊത്തിയിരിഞ്ഞവന് ഇനി ശരീരം മാത്രമേ ബാക്കിയുള്ളൂ. അതും അവൻ കൊത്തിയിരിഞ്ഞോട്ടെ. അവന്റെ കൈ കൊണ്ട് ചാവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൻ തന്നെ എന്നെ കൊല്ലേണ്ടതും.